മെസ്സി ക്ലൂ തരാം. ഇവിടെ ഒരാള് അതിന്റെ അടുത്ത് വരെ എത്തി. ബ്രസീൽ 2-0 ജയിച്ചു എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. ഫൈനലിൽ ബ്രസീലും ഫ്രാൻസും ആണ് കളിച്ചത്. മൂന്നാം സ്ഥാനം. ഫ്രീ കിക്ക് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ്, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി. ഇൻ അസോസിയേഷൻ വിത്ത് ബ്യൂട്ടി സ്പോർട്സ്, സുൽത്താൻ ബത്തേരി, കോഴിക്കോട്. കോ-പവേർഡ് ബൈ രുചിപുര സീ ഫുഡ് ഹബ്ബ്, സുൽത്താൻ ബത്തേരി. കോ-പവേർഡ് ബൈ മാണിക്യം ഡിസൈനർ ജ്വല്ലറി. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ വയനാട് വിഷൻ ചാനൽ. ഒപ്പം കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് ഒരുക്കുന്ന ഫ്രീ കിക്ക് വേൾഡ് കപ്പ് യാത്രയാണ്. ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിലും വയനാട്ടിൽ നമ്മൾ പോയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ഇതേ വേൾഡ് കപ്പ് ഫുട്ബോളിൽ നമ്മൾ വന്നിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് തൃശ്ശിലേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. വിശാലമായ വലിയ അതാണ് ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം എന്നൊക്കെ പറയാവുന്ന തരത്തിലാണ് ഈ ഗ്രൗണ്ട് കാണുന്നത്. അതിന്റെ ചുറ്റും നോക്കി കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കുറെ കാഴ്ചകളാണ്. നല്ല സമയമാണ്, നല്ല ടൈമാണ്. അപ്പൊ ഇവരൊക്കെ കളിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ഒരു സമയം കൂടിയാണ് അല്ലേ. ഇവിടെ കളിക്കാനായിട്ടുള്ള കുറെ ആളുകളാണ്. അപ്പോൾ വൈകുന്നേരം കളിക്കാൻ വേണ്ടി എത്തി. ബോളൊക്കെ ആയിട്ട് വന്ന സമയത്താണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഏതായാലും വേൾഡ് കപ്പ് കറക്റ്റ് ടൈമാണ്. വേൾഡ് കപ്പ് ഫുട്ബോളിന് നമുക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് നൽകുന്ന 10,001 രൂപ സമ്മാനമുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെമി ഫൈനൽ, ഫൈനൽ, ഒപ്പം വിജയിയെ പ്രവചിക്കുക, സമ്മാനം നേടുക. നമ്മുടെ വയനാട് വിഷൻ്റെ ഗ്രൂപ്പിൽ അതിൻ്റെ സ്കാനർ വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് വരുന്നുണ്ട്. ലിങ്കിൽ കയറുക, ഇത് പൂരിപ്പിച്ച് നിങ്ങൾ ഇമെയിലായിട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് 10,001 രൂപ സമ്മാനം നൽകും. അപ്പോൾ ഇന്ന് കുറേ സമ്മാനങ്ങൾ നൽകുന്നുണ്ട് അല്ലേ. ഇന്ന് നൽകുന്നത് നമ്മുടെ സ്വന്തം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, ഒപ്പം രുചിപുര സീ ഫുഡ് ഹബ്ബ്, അറബി കോളേജ് റോഡ്, സുൽത്താൻ ബത്തേരി, ബ്യൂട്ടി സ്പോർട്സ്, സുൽത്താൻ ബത്തേരി, കോഴിക്കോട്, മാണിക്യം ഡിസൈനർ ജ്വല്ലറി. അപ്പോൾ ഇവരോട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവരൊക്കെ വേൾഡ് കപ്പ് ഫുട്ബോളൊക്കെ കാണുന്ന ആളുകളാണ്. ഇപ്പോൾ ഏതൊക്കെ ടീമാണെന്നുള്ളപ്പോൾ ഇങ്ങനെ നോക്കിയാൽ വലിയ പിടുത്തൊന്നും കിട്ടില്ല. പേര് പറയും. ഏത് ടീമാണ്? അർജന്റീനയാണ്. ഈ അർജന്റീന അല്ലാത്ത ആരെയും നമ്മൾ തുടങ്ങുമ്പോൾ അർജന്റീനയാണ്. പിന്നെ ബ്രസീൽ എല്ലാവരും ഉണ്ട്. ഏതാ? ബ്രസീൽ തൊട്ടടുത്ത് തന്നെ ആളുണ്ട്. അർജന്റീന, ബ്രസീൽ. അല്ല, ഈ അർജന്റീന കപ്പ് അടിക്കുവോ? ബ്രസീലോ? ബ്രസീൽ അടിക്കോ? കളിച്ച് നേടണം അല്ലേ. ഏതാ ടീം? ബ്രസീലാണ്. പോർച്ചുഗലിന്റെ ആളില്ല എന്നൊരു ടെൻഷൻ വേണ്ട. ഇവിടെയോ? പോർച്ചുഗൽ, അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, അർജന്റീന. ടീം അടിപൊളി. അർജന്റീനയിൽ ആരെ ഇഷ്ടം? ഏത് കളിക്കാരനെ ഇഷ്ടം? അർജന്റീനയിൽ ഏത് കളിക്കാരനെ ഇഷ്ടം? ബോൾ ഇഷ്ടം. ഏത് കളിക്കാരനെ ഇഷ്ടം? ആളെ പേരറിയോ? ആരാ? മെസ്സി. ഫുള്ളായിട്ട് കിട്ടുന്നില്ല. കുട്ടികൾക്കൊക്കെ അറിയാവുന്ന ഒന്ന് റൊണാൾഡോ, ഒന്ന് മെസ്സിയാണ് കൂടുതൽ അല്ലേ. അദ്ദേഹം അർജന്റീന. എല്ലാ ടീംസിനും ആളുണ്ട്. നല്ല ഫ്ലക്സുകളൊക്കെ ഉണ്ട്. നമ്മൾ വരുന്ന വഴിക്ക്, നമ്മളിപ്പോ ഗ്രൗണ്ടിലായതുകൊണ്ടാണ്, വരുന്ന വഴിക്ക് ഒരുപാട് ഫ്ലക്സുകളുണ്ട്. ബ്രസീലിന്റെ ഉണ്ട്, അർജന്റീനന്റെ നമ്മൾ തുടരും ഒക്കെ നമ്മൾ കണ്ടു. ആ ഒരു ജംഗ്ഷനിൽ അർജന്റീന തുടരും. അവർക്ക് നേടുകയല്ല വേണ്ടത്, കപ്പ് നിലനിർത്തുകയാണ് വേണ്ടത്. ഏതായാലും നമുക്കൊരു ചെറിയ സമ്മാനം തരാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിക്കാം. ചോദ്യം ഇതാണ്: ഇതുവരെ വേൾഡ് കപ്പ് ചരിത്രത്തിൽ എത്ര ടീമുകൾ കപ്പ് നേടിയിട്ടുണ്ട്? എണ്ണം പറഞ്ഞാൽ മതി. അവിടെ പാട്ട്. അല്ല, ആർക്കും പറയാം. എല്ലാവർക്കും എല്ലാ ഉത്തരം അറിയൊന്നുമില്ല, എന്നാലും എവിടെങ്കിലൊക്കെ കേട്ട് പരിചയം. എത്ര ടീമുകൾ നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ നമുക്ക് 48. എത്ര? 9 ടീമാണ്. 9 അല്ല, 9 ഇല്ല. 9 ടീമുകൾ നേടിയിട്ടില്ല ഇതുവരെ. അതായത് ഇപ്പം നമ്മള് 32 ടീം, 48 ടീം. എണ്ണിക്ക് വന്നാലും കുഴപ്പമില്ല, എണ്ണി പറഞ്ഞാലും മതി. ടീമിനെ 4ഉം 2ഉം ഒരു തവണയൊക്കെ നേടിയ സംഭവങ്ങൾ. ഒരു തവണ നേടിയ ടീമുണ്ട്. അല്ല, 5 ടീമൊന്നല്ല. എത്ര ടീം? അതൊന്നും വേണ്ട. ഞാൻ പറയുന്നത് ഓരോ രാജ്യം വെച്ചിട്ട് എത്ര ടീമുകൾ നേടിയിട്ടുണ്ട്. അവര് 1, 2, 4 തവണയൊക്കെ നേടിയിട്ടുള്ളൂ. 32 ടീം ഒന്ന്, 48 ടീം ഒന്ന്. പക്ഷെ ആകെ ഇത്ര ടീമെ കപ്പ് നേടിയിട്ടുള്ളൂ. നമ്മൾ എത്ര ഇനി ഒരു ക്ലൂ തരാം. ഇവിടെ ഒരാൾ അതിന്റെ അടുത്ത് വരെ എത്തി. അതെ, അത്രയും വലിയ ക്ലൂ ആർക്കും കൊടുത്തില്ല കേട്ടോ. അല്ല, അപ്പൊ പിന്നെ
ആരാ? 8 ടീമാണ് നേടിയിട്ടുള്ളത് കേട്ടോ. ഒന്ന് എണ്ണി നോക്കിയാൽ പോർച്ചുഗലുകാരാണ് പറഞ്ഞത്. അപ്പൊ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ഒരു സമ്മാനം, പേര് പറയും, വിശാഖിനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം ചോദിച്ചത് ശരിക്കും. പിന്നെ നമ്മള് അല്ലേ, കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ബ്രാഞ്ചസ് ഉള്ള നമ്മുടെ കൽപ്പറ്റ, വയനാട്ടിൽ കൽപ്പറ്റ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി, ഇവിടെയൊക്കെ ബ്രാഞ്ചസ് ഉള്ള വയനാട്ടിലെ ഏറ്റവും വലിയ ഒരു സ്ഥാപനം എന്ന് തന്നെ പറയാം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്. വലിയ പാർക്കിംഗ് സൗകര്യം. അപ്പോൾ ഒപ്പം ഇരുന്നിട്ട് നമ്മുടെ മൊബൈൽ സർവീസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ടീം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ആണ്. അപ്പോൾ മാനന്തവാടി വലിയ സൗകര്യങ്ങളോടുകൂടിയാണ്. അപ്പൊ ഇമേജിന്റെ ഒരു സമ്മാനം ഞാൻ വിശാഖിന് ഒരുമിച്ചാണ് ഓക്കെ. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിന്റെ ഒരു സമ്മാനമാണ്. ഒരുമ കണ്ടോ? രണ്ടാളും പോർച്ചുഗൽ. അപ്പൊ ഇനി രണ്ടാമത്തെ ഒരു ചോദ്യത്തിലേക്ക്. രണ്ടാമത്തെ ഒരു ചോദ്യം സിമ്പിൾ ചോദ്യമാണ്. അപ്പൊ നമ്മൾ എവിടെ പോയാലും ബ്രസീൽ അർജന്റീനയാണ് കൂടുതൽ പറയുക എല്ലാവരും അല്ലെ. അപ്പൊ ഈ ബ്രസീൽ അർജന്റീന ആദ്യമായിട്ട് കളിച്ചപ്പോ ഉണ്ടായ റിസൾട്ട് എന്താണ് എന്നുള്ളതൊന്ന് പറയും. ബ്രസീൽ അർജന്റീന വേൾഡ് കപ്പിലല്ല, ബ്രസീൽ അർജന്റീന എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ ഫുട്ബോൾ മാച്ചിൽ ഉണ്ടായ റിസൾട്ട് എന്താന്നുള്ളത് നമുക്ക് ഇനി തർക്കിക്കുമ്പോഴേ ഇവർക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതൊന്ന് പറയും. ആരാണ് ജയിച്ചത്, എത്ര ഗോളിനാണ് ജയിച്ചത് എന്നുള്ളത് ഓർമ്മയുണ്ടോ? ബ്രസീലും അർജന്റീന ആദ്യമായിട്ട് കളിച്ചപ്പോ ലോകത്തിലെ 1914 രണ്ട് ടീമുകൾ തമ്മിൽ കളിച്ചത് ഫസ്റ്റ് ടൈം വേൾഡ് കപ്പ് വരുന്നതിന് മുമ്പ് 1914. അന്ന് അതാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിൽ എന്തായിരുന്നു സ്കോർ എന്നുള്ളത് നിങ്ങൾക്ക് ഇനി തോക്കുമ്പോ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്, വെറുതെ കിട്ടുന്നതാണ്. പറയൂ. ബ്രസീൽ 2-0 ജയിച്ചു എന്നാണ് പറയുന്നത്. തെറ്റാണ്. തെറ്റാണ്. എന്താണ് അർജന്റീന ജയിച്ചു എന്നാരും പറയാറ്? എല്ലാരും ബ്രസീൽ അർജന്റീനക്കാരെ പറയുന്നേ. 1914 ആദ്യം കളിച്ചത് എല്ലാവർക്കും പിടുത്തം കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. എന്നാലും ഒരു ഗസ് ചെയ്യാം. ചരിത്രം. അത് ആ ചോദ്യം വായിച്ചു കളഞ്ഞു കേട്ടോ. അപ്പൊ ഇനി അടുത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. കോളൊക്കെ വരുന്നുണ്ടല്ലോ, മെസ്സിയാണോ? അടുത്ത പോകേണ്ട സ്ഥലമാണ്. അപ്പൊ ഇനി അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദിക്കട്ടെ, 1998 ലോകകപ്പിൽ 3-ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? 98 ലോകകപ്പിൽ ഫ്രാൻസ് ആണ് കിരീടം നേടിയത്. ലൂസേഴ്സ് ഫൈനലാണ്. ബ്രസീൽ 2 ഫൈനലായിരുന്നു. ഫൈനലിൽ ബ്രസീലും ഫ്രാൻസും ആണ് കളിച്ചത്. 3-ാം സ്ഥാനം ഏതാ? നെതർലൻഡ്സ് ആണോ? ഹോളണ്ട് അല്ല, 3-ാം സ്ഥാനം. അവരിങ്ങനെ നമ്മുടെ ജർമ്മനി അല്ല. ചെസ് കളിയൊക്കെ ഓർത്താ കിട്ടും. പിന്നെ അല്ല, നോർവേ അല്ല. ചെസ് കളിയൊക്കെ പിന്നെ ആ ലോകകപ്പിൽ ടോപ്പ് സ്കോറർ ടീമിന്റെ കളിക്കാരനായിരുന്നു. അവരെ ഞെട്ടിച്ച കളിക്കാരനാരാന്ന് പറയുന്നു. അതിനേക്കാളും വലിയൊരു ക്ലൂ ഇനി നമ്മൾ കൊടുക്കല്ലേ? അല്ല, ഇത്രയും വലിയ ക്ലൂ നമ്മൾ ഇതുവരെ എവിടെയും കൊടുത്തില്ല. രണ്ടാമത്തെ ക്ലൂ ആണ് കൊടുക്കുന്നത്. സമ്മാനം ഇമേജിന്റെ ചെസ് കളി എന്താണ് അവർക്ക്? ചെസ് കളി മീൻസ് ഞാൻ ആ ചെസ് കളിയുടെ കളമാണ് പറഞ്ഞത്. ആ കളം അതുപോലെ അതുപോലെ ഒരു കളം ആരെങ്കിലും ഇല്ല അല്ലെ? ഇല്ല. ഇവരെ മാനൊക്കെ നോക്കി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊളംബിയ അല്ല. എന്നാ ചോദ്യം വായിക്കേ. വീണ്ടും പോർച്ചുഗൽ. എങ്ങനെ മനസ്സിലായോ? ക്രൊയേഷ്യ ചെസ് ബോർഡ് പോലെയുള്ള. അപ്പൊ ഒരു സമ്മാനം കൂടി സഞ്ജു. ഇമേജ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ ഒരു സമാധാനം ഉണ്ട്, കാരണം രണ്ടുപേരും പകുത്തെടുക്കണ്ട. ഇനി ഒറ്റയ്ക്ക് എടുക്കാനുള്ള ഒരു സമ്മാനം നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് മാനന്തവാടി. അപ്പൊ ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാലോ അല്ലെ? വേറെ ഒരു ചോദ്യം. 4 തവണ കപ്പ് നേടിയിട്ടുള്ള 2 ടീമുകളുണ്ട്. ഏതൊക്കെയാണ്? 4 തവണ ലോകകപ്പ് നേടിയ 2 ടീം. ജർമ്മനി, ഇറ്റലി ഈസ് റൈറ്റ് ആൻസർ. ഒരു കയ്യടി കൊടുക്ക്. പേര് പറയൂ. കൃഷ്ണപ്രസാദിനാണ് ആ സമ്മാനം. കൃഷ്ണപ്രസാദും പോർച്ചുഗൽ. അപ്പൊ 3 പോർച്ചുഗലേരാ. അർജന്റീന, ബ്രസീൽ നേടിയിട്ടില്ല. ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ അവര് നൽകുന്ന സമ്മാനമാണ്. മോശപ്പെട്ട സമ്മാനമല്ല, നല്ല സമ്മാനം തന്നെയായിരിക്കും. ഏതായാലും നിങ്ങൾക്ക് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ. പിന്നെ സമ്മാനത്തിന്റെ വലിപ്പമല്ല, അത് പറഞ്ഞു എന്നുള്ള ഒരു ചോദ്യം കൂടി വരും. ഒരു ചോദ്യം കൂടി സിമ്പിൾ ആയിക്കോട്ടെ. ഇവര് സമ്മാനം കൊടുക്കട്ടെ എന്നുള്ള ഒരു സന്തോഷം കൊണ്ടാണ്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചോദിക്കാം. ആദ്യത്തെ വേൾഡ് കപ്പ് നടന്ന വർഷം? ആദ്യമായിട്ട് ലോകകപ്പ് നടന്ന വർഷം 1936 ആണോ? ആദ്യമായിട്ട് ലോകകപ്പ് നടന്ന വർഷം 1946. അല്ല,
47 ആണെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നെങ്കിലും പോട്ടെ. 1947 ആണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയെന്നെങ്കിലും പറയുന്നു. വേൾഡ് കപ്പ് തുടങ്ങിയിട്ടുണ്ട്. 8 ടീമുകളോടാ തുടങ്ങിയല്ലേ? അതെ അതെ. അല്ലട മോനെ, അതിന് മുമ്പ് എന്ന് പറഞ്ഞില്ലേ? ഉത്തരം പറഞ്ഞു. അത് റെഡിയാ. എന്നാ നേരത്തെ പറയുകയാണെങ്കിൽ അത് ചോദിക്കായിരുന്നു. എവിടേക്കാണ് കിടക്കണത് നോക്കിയേ. അപ്പുറം ഇപ്പുറമൊക്കെ പിടിക്കണ്ട്. ആ ഉറപ്പിക്കേ, പുള്ളിക്ക് ഉറപ്പിച്ചു. ലേലം ഉറപ്പിക്കട്ടെ. ലേലം ഉറപ്പിക്കേ. 1930 റൈറ്റ് ആൻസർ. 1930. അശ്വിൻ. മോളെ പേരെന്താ ചോദിച്ചില്ല? യവാമിക മെസ്സി. വാമിക. ഞാൻ ഏമുടിഞ്ഞ് യവാമിക എന്ന് നീ പറയാൻ പോകണം. മെസ്സി അല്ലേ? ഓക്കെ. അപ്പൊ ഒരു സമ്മാനം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പേര് അശ്വിന് ഒരു സമ്മാനം. അടിച്ച അവസാനം ബ്രസീൽ അർജന്റീനയാണ്. ഇതാ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ഞാൻ വാമികയ്ക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഇത് മെസ്സി ഫാനായ വാമികയ്ക്ക് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന സമ്മാനം. അപ്പൊ ഇഷ്ടപ്പെട്ട കളിക്കാരൻ ആരാ? ഒന്നുകൂടി പറഞ്ഞേ. ഇഷ്ടപ്പെട്ട കളിക്കാരൻ അർജന്റീനയിൽ ആരാ കളിക്കാരൻ? ആളെ പേര് പറയും. നേരത്തെ പറഞ്ഞില്ലേ ആളെ പേര്? വാമിക. അവളെ പേരാ പറയുന്നത്. മെസ്സി അല്ലേ നീ? മെസ്സി. അവള് മെസ്സിയാണ്. ഓക്കെ, ഏതായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ തൃശ്ശിലേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇവര് കളി തുടങ്ങുന്നതിന് മുമ്പാണ് നമ്മൾ വന്നത്. ഒരു ബോൾ എത്തിയിട്ടുണ്ട്. ഇവരുടെ കുറച്ച് ഷോർട്സ് ഒക്കെ നമുക്ക് വന്ന പോലെയാണ്. 4 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ അതിനിടയിൽ നമ്മൾ ഗ്രൗണ്ടിൽ 4 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വരാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷം. അന്ന് വന്നതുപോലെയല്ല, ഗ്രൗണ്ട് കുറെ കൂടി വലിപ്പം ഉണ്ടായി, വലിയ ഗ്രൗണ്ടായി. അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു 400 മീറ്ററിന്റെ ട്രാക്ക് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഗ്രൗണ്ട് കൂടിയാണ്. അതിന് പറ്റുന്ന ഗ്രൗണ്ട് വയനാട്ടിൽ വളരെ കുറവാണ് അല്ലേ? ഫ്രീ കിക്ക് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള അക്കാഡമി ഓഫ് എഞ്ചിനീയറിംഗ്, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി. ഇൻ അസോസിയേഷൻ വിത്ത് ബ്യൂട്ടി സ്പോർട്സ്, സുൽത്താൻ ബത്തേരി, കോഴിക്കോട്. കോ പവേർഡ് ബൈ രുചിപുര സീ ഫുഡ് ഹബ്ബ്, സുൽത്താൻ ബത്തേരി. കോ പവേർഡ് ബൈ മാണിക്യം ഡിസൈനർ ജ്വല്ലറി.